ജൽജീവൻ മിഷന്റെ മന്ത്രിയായിരുന്നു ഞാൻ. 100% ഞങ്ങൾ അഡ്വാൻസ് കാശ് കൊടുത്തു കുടിവെള്ളം വീട്ടിലെത്തിക്കാൻ. ഇന്ന് എന്താണ് 55% വീട്ടിൽ കുടിവെള്ളം ഇല്ലാത്തത്? മറ്റന്നാൾ ആറ്റുകാൽ പൊങ്കാലയാണ്. തിരുവനന്തപുരത്തെ ആനുവൽ കാലണ്ടറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ലോകത്തിൽ ഒരു ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലായിട്ട് എല്ലാവരും കാണുന്ന ആറ്റുകാൽ പൊങ്കാല നമ്മൾക്ക് എല്ലാവർക്കും ഒരു പുണ്യദിനമാണ്. പക്ഷേ ഈ കൊല്ലം തിരുവനന്തപുരത്ത് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിൻ്റെ ഷോർട്ടേജിനെ കുറിച്ച് എല്ലാവരും ആ ഒരു പ്രശ്നം സഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇന്നും പാർട്ടി ഒരു പ്രതിഷേധം, ഒരു സമരം നടത്തിയിട്ടുണ്ട്. 10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരിച്ച സർക്കാർ 10 കൊല്ലം കഴിഞ്ഞ് 22 ലക്ഷം കോടി ചെലവാക്കി ഇന്നും തലസ്ഥാനമായ തിരുവനന്തപുരത്തിൽ കുടിവെള്ളത്തിൻ്റെ വലിയൊരു പ്രശ്നം. അപ്പോൾ 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ടാണ് വോട്ട് നേടിയത്. പക്ഷേ ഇന്നും തലസ്ഥാനത്തിൽ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സങ്കടമാണ്. ഈ ആറ്റുകാൽ പൊങ്കാല പോലൊരു ദിവസം, ആഘോഷിക്കുന്ന ഒരു ദിവസം, വിശ്വാസികളുടെ കാലണ്ടറിൽ നല്ലൊരു ദിവസം, ആ ദിവസവും കുടിവെള്ളം ഒരു പ്രശ്നമാണ്. ഇതാണ് 10 കൊല്ലം ഭരിച്ച CPM-ൻ്റെ ഒരു ഗിഫ്റ്റ്.